നമസ്കാരം, വെൽക്കം ടു ജിനീസ് വ്ലോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് പ്രഗ്നൻസി സ്റ്റോറിയുടെ രണ്ടാമത്തെ പാർട്ടാണ് പറയുന്നത്. അതായത് ജൊഹാന്റെ സ്റ്റോറിയാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ അന്നമോളുടെ സ്റ്റോറി ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാനായിട്ട് മറക്കരുത്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അന്നമോളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ 1 വയസ്സൊക്കെ ആയപ്പോഴത്തേനെ ഞങ്ങൾ തിരിച്ച് സൗദിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്നമോൾക്ക് ഒരു 3 years ഒക്കെ ആയപ്പോഴത്തേനെ രണ്ടാമതൊരു വാവ് വേണം എന്നിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ തവണ നമ്മൾ ഇതുപോലെ സംശയം തോന്നി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും അത് നെഗറ്റീവ് ആയിരുന്നു. രണ്ടാമത്തെ തവണ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതും നെഗറ്റീവ് ആയിരുന്നു. പിന്നെ മൂന്നാമത്തെ മന്ത് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അത് പോസിറ്റീവ് ആയത്. അപ്പോൾ പോസിറ്റീവ് ആയപ്പോഴത്തേനും നമ്മളിവിടെ നാട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും നല്ല ഹാപ്പി ആയിരുന്നു. സൗദിയിൽ ഞാൻ അവിടെ ഒരു പാകിസ്ഥാനി ഒരു ഡോക്ടറിനെ ആയിരുന്നു കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ലേഡി ഡോക്ടറായിരുന്നു. ഡോക്ടറിൻ്റെ പേരും ഹോസ്പിറ്റലും ഒന്നും പറയുന്നില്ല. അപ്പം ആ ഒരു ഡോക്ടറിൻ്റെ അടുത്താണ് പോയിക്കൊണ്ടിരുന്നത്. നല്ല ഡോക്ടറായിരുന്നു. വർത്താനമൊക്കെ നമ്മളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നല്ല കംഫർട്ടബിൾ ആക്കുന്ന നല്ലൊരു ഡോക്ടർ തന്നെയായിരുന്നു. അപ്പം ഇതുപോലെ ആദ്യത്തെ മാസങ്ങളിലൊക്കെ നല്ല ഛർദിയായിരുന്നു. ഈ അന്നമോളുടെ ടൈമിൽ ഉണ്ടായിരുന്നത് പോലെ നല്ല ഛർദിയായിരുന്നു. പിന്നെ കുറച്ചും കൂടെ ക്ഷീണമൊക്കെ ആയിരുന്നു. ജൊഹാന്റെ ടൈമിൽ ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ കുറച്ചും കൂടെ, അതായത് എനിക്കൊരു 4-5 മാസം വരെ ഛർദി ഉണ്ടായിരുന്നു. അന്നമോളുടെ സമയത്ത് ഒരു 3 months വരെ ഛർദി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ജോക്കുട്ടൻ്റെ സമയത്ത് എനിക്കൊരു 4-5 മാസം വരെ നല്ല ഛർദിയായിരുന്നു. കുറച്ചും കൂടെ ക്ഷീണമായിരുന്നു. അന്നമോൾ ആ സമയത്ത് പ്ലേ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്ലേ സ്കൂളിൽ പോകണമെങ്കിൽ നമ്മൾ താഴെ, അതായത് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ താഴെ കൊണ്ടുപോയി വിടണം. എന്നിട്ട് ബസ് കയറി തന്നെ പൊക്കോളൂ. അതായത് തിരിച്ചു വരുന്ന ടൈമിൽ നമ്മൾ താഴെ വന്ന് നിൽക്കണം. നമ്മൾ തന്നെ ഡോർ തുറന്ന് നമ്മുടെ കയ്യിലെ കുഞ്ഞിനെ തരത്തുള്ളൂ. നമ്മൾ തന്നെ കൊണ്ടുപോയി വിടണം. അങ്ങനെ തന്നെയാണ്. അപ്പം ആ സമയത്ത് എനിക്ക് ചില ദിവസം ഒട്ടും വയ്യായ്ക ആകുമ്പോഴത്തേനും ഞാൻ അവളെ സ്കൂളിൽ വിടാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് പ്ലേ സ്കൂളിലോട്ട് താഴെ ഇറക്കിക്കൊണ്ട് വിടാനായിട്ട് ബുദ്ധിമുട്ടുള്ള സമയത്ത് അവളെ വിടാണ്ടിരുന്നിട്ടുണ്ട്. പിന്നെ ഫുഡ്, എനിക്ക് എൻ്റെ നെയ്ബേഴ്സായിട്ട് കുറേ ചേച്ചിമാരുണ്ടായിരുന്നു. നമ്മൾ കുറേ മലയാളി ഫാമിലീസും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തമിഴ് ഫാമിലീസും ഉണ്ടായിരുന്നു. അപ്പം അവരെനിക്കിങ്ങനെ ഓരോ ദിവസം ഓരോ വെറൈറ്റി ഫുഡ് എനിക്ക് കൊണ്ടുതരുമായിരുന്നു. ഒരുപാട് നല്ല നല്ല ഫുഡ്, വെറൈറ്റി ഫുഡ് അവരെനിക്കിങ്ങനെ കൊണ്ടുതരും. ഒന്നാമത് ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു. ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു. എല്ലാ കാര്യങ്ങളും, എല്ലാ ആഘോഷങ്ങളും, അതുപോലെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അവരെനിക്കിതുപോലെ ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോരോ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുതരും. അപ്പം അങ്ങനെ ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഉച്ചക്കത്തേന് ഒത്തിരി ഇങ്ങനെ ഛർദി ആയപ്പോഴത്തേനും എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വയ്യാണ്ടായപ്പോഴത്തേനും ഉച്ചക്കത്തേന് മാത്രം ഊണ്, നമ്മൾക്ക് കേരളയുടെ ഫുഡൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഊണ് ഓർഡർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കാകുമ്പോഴത്തേനും എനിക്ക് ഫുഡ് കൊണ്ടുതരും. എനിക്ക് അന്നമോക്കൊക്കെ ഉള്ള ഫുഡ് കൊണ്ടുതരും. ഇന്ന് ഇതുപോലെ ഇരയ്ക്കാത്ത പൊതിഞ്ഞ ഊണായിരുന്നു. എനിക്ക് ആ സമയത്ത് ഇരയ്ക്കാത്തുള്ള ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ഇങ്ങനെ പൊതിച്ചോറെന്ന് പറയത്തില്ല, അങ്ങനത്തെ ഊണ്, കുറേ കറികളൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അതുപോലെ ഫുഡ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വരും. എനിക്കൊന്നൊരു ഛർദി ഉണ്ടായിരുന്ന ആ സമയം വരെ ഒരു 4-5 മാസത്തോളം അങ്ങനെ ഫുഡ് കൊണ്ടു തരുമായിരുന്നു. അപ്പോൾ ലിജോ രാവിലെ പോകും. രാവിലെ എനിക്ക് 5 മണി 6 മണിയൊക്കെ ആ ടൈമിലാകുമ്പോഴത്തേനും ലിജോ രാവിലെ പോകും. ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് വരാറുണ്ട്. പക്ഷെ മിക്കപ്പോഴും ഉച്ചയ്ക്ക് ചിലപ്പോഴൊക്കെ വരത്തുള്ളൂ, അല്ലെങ്കിൽ വൈകുന്നേരം ആവും ലിജോ വരുമ്പോഴത്തേനും. പിന്നെ നമുക്ക് ഈ ഛർദിയുടെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ അങ്ങനെ BP ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ബാക്കിയൊക്കെ നോർമൽ തന്നെയായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ ആണെങ്കിലും ഗ്രോത്തും അതുപോലെ വെയിറ്റും ഒക്കെ നോർമലായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു 7 മാസമൊക്കെ ആയപ്പോഴത്തേനും നമുക്ക് അവിടെ ഒരു ഈദിൻ്റെ ഒക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈദിൻ്റെ ഫംഗ്ഷന് ഞാൻ പാട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വയറൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് പാട്ടൊക്കെ പാടിയത്. അതുപോലെ അതിൻ്റെ ഞാൻ നോക്കട്ടെ, പിക്ചറോ എന്താ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ എന്തായാലും ഈ സൈഡിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. അതുപോലെ അന്നമോൾ ആ സമയത്ത് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഡാൻസ് കളിക്കുന്ന അന്നമോൾ ഒരുക്കാനും, അന്നമോൾ മാത്രമല്ല വേറെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. അപ്പം പിള്ളേരുടെ കൂടെയൊക്കെ ഞാനും ആ സമയത്ത് പ്രാക്ടീസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് ക്ഷീണം തോന്നില്ല, കാരണം എനിക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടായിരിക്കാം. നമുക്ക് ആ പിള്ളേരെ പാട്ട് പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ആ മേക്കപ്പ് അല്ലെങ്കിൽ അവരെ ഒരുക്കുന്ന ടൈമിലൊന്നും നമുക്ക് അത്ര വലിയ ക്ഷീണം തോന്നുന്നില്ല. പക്ഷെ തിരിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേനും ഇപ്പോൾ നടുവിനും കാലിനും ഒക്കെ നല്ല വേദന ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ആ ഒരു 2-3, അതായത് ആ പ്രാക്ടീസിന്റെ ആ ഒരു സമയവും അതുപോലെ ആ ഒരു ഫംഗ്ഷനൊക്കെ നടന്ന സമയം നല്ല രസമായിരുന്നു. അപ്പം ജൊഹാനെ വെച്ചുകൊണ്ട് പാട്ടൊക്കെ പാടി, അങ്ങനെ ശ്വാസം മുട്ടലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പാട്ടൊക്കെ പാടിക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല. അത് കഴിഞ്ഞ് നമ്മളൊരു ഒരു 7 മാസമൊക്കെ ആയപ്പോഴത്തേനും നമുക്ക് തിരിച്ച് ഡെലിവറി നാട്ടിൽ വെച്ച് നടത്താമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനും ലിജോയും
അന്നമോളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഡെലിവറി ടൈമൊക്കെ ആകുമ്പോഴത്തേനും വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഡിസംബർ ഫസ്റ്റ് വീക്ക് ആയപ്പോഴത്തേനും ഞങ്ങൾ വന്നു. അപ്പം അതിന് മുമ്പ് നമുക്കൊരു 4-5 മാസമൊക്കെ ആകുമ്പോഴത്തേനും അവിടെ ഒരു സ്കാനിങ് നടത്തുമ്പോഴത്തേനും നമുക്ക് വേണമെങ്കിൽ ബേബി ഗേൾ ആണോ ബോയ് ആണോ എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, ജെൻഡർ പറഞ്ഞു തരുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പം അവർ ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു തരും. അപ്പം ഇങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ അവരെന്നോട് ചോദിച്ചു ജെൻഡർ അറിയണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അറിയണ്ട, ഉണ്ടാവും പറഞ്ഞാൽ മതി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതാ നല്ലത്, ഉണ്ടാവും പറയുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിലും ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനും ഒക്കെ ചിലപ്പോൾ സാധ്യതയൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു സ്കാനിങ് കൂടെയാണ്. അതായത് ഞാൻ ഫ്ലൈറ്റിൽ പോകാൻ ഫിറ്റാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്ന ഒരു റിപ്പോർട്ടും കൂടെ നമുക്ക് വേണം. അപ്പം അന്നേരം നമുക്ക് ഒരു സ്കാനിങ്ങും അതുപോലെ ബ്ലഡ് ടെസ്റ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഡോക്ടർ ഇങ്ങനെ സൈൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും എന്നോട് പറഞ്ഞു ജിനിയോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ, ആൺകുട്ടിയാന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എന്നോട് ഞാൻ പറയേണ്ടതായെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു അയ്യോ ഞാൻ മറന്നുപോയി ജിനി, എന്നോട് അങ്ങനെ പറഞ്ഞായിരുന്നത്. അപ്പം എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, ചില സമയത്തൊക്കെ ചിലപ്പോൾ ഞങ്ങൾ പറയുന്നതിനേക്കാളും ചിലപ്പം അങ്ങോട്ട് മാറാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇത് ഉറപ്പിക്കണ്ട, ചിലപ്പം മാറാൻ സാധ്യതയുണ്ട്, എന്നാലും കുഴപ്പമില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഇറങ്ങുന്ന ഞങ്ങൾ, അതായത് തിരിച്ച് നാട്ടിലോട്ട് വരുന്നതിന് ആ സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന സമയത്ത് ഡോക്ടർ എന്നോട് അങ്ങനെ പറഞ്ഞു ചെറുക്കൻ കൊച്ചാന്നങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലെത്തി. നാട്ടിൽ എനിക്കൊന്ന് ഡിസംബർ ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നാട്ടിലെത്തി. കാരണം ഡിസംബർ 8-ാം തീയതി നമ്മുടെ അവിടെ പാലയിലെ ജൂബിലി പെരുന്നാളാണ്. അപ്പം ജൂബിലി പെരുന്നാളിന് മാതാവിൻ്റെ അവിടെ കൊണ്ടേ മാലയൊക്കെ ഇട്ടത് ഓർക്കുന്നുണ്ട്. അപ്പം ഡിസംബർ 8-ന് മുമ്പ്, അതായത് എനിക്ക് 2-3 ദിവസം മുമ്പ് ഞങ്ങൾ ഇവിടെ എത്തിയായിരുന്നു. അപ്പം 8-ാം തീയതി ഡിസംബർ 8-ാം തീയതി ഇതുപോലെ മാതാവിൻ്റെ ജൂബിലി പെരുന്നാളിന് ഞങ്ങളൊക്കെ കൊണ്ടുപോയി മാതാവിന് മാല ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല സുഖപ്രസവം തരണേ, കുഞ്ഞാവയ്ക്ക് കുഴപ്പമൊന്നും വരത്തില്ല എന്നൊക്കെ പ്രാർത്ഥിച്ച് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പ്രദക്ഷിണമൊക്കെ ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ BP ഒക്കെ നോർമലായിരുന്നു. ജോഹാൻ്റെ സമയത്ത് എല്ലാം നോർമലായിരുന്നു, ഷുഗറും അങ്ങനെ എല്ലാം തന്നെ നോർമലായിരുന്നു. അത് കഴിഞ്ഞ് ജാനുവരി 25 ഒക്കെ അന്നമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും നാളും സൗദിയിലായിരുന്നല്ലോ. അപ്പം നാട്ടിലുള്ളപ്പം അന്നമ്മോളുടെ ബർത്ത്ഡേയും കൂടെ വന്നപ്പോഴത്തേനും കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ജാനുവരി 25-ന് നമ്മുടെ കുറച്ച് അടുത്ത ബന്ധുക്കളും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് മമ്മിയും പപ്പയും അങ്ങനെ കുറച്ച് പേരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബലൂണൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനാണ് ബലൂണൊക്കെ കുറേയൊക്കെ വീർപ്പിച്ച് അവിടെയൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ആക്കിയത്. അപ്പം ബലൂൺ വീർപ്പിക്കേണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു ലിജോയും അതുപോലെ അമ്മയും ഒക്കെ പറഞ്ഞു ബലൂൺ വീർപ്പിക്കേണ്ട പാടല്ലേ. ഇവരൊക്കെ കൂടി. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബലൂണൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ വന്ന് നമ്മൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് കുറച്ച് പേര് വന്നപ്പോൾ നമ്മൾ അവരോട് വർത്താനം പറഞ്ഞു. ഇങ്ങനെ ഇരിക്കാനായിട്ട് എനിക്ക് അങ്ങനെ സമയം കിട്ടിയില്ല. എപ്പോഴും കൂടെ നടക്കുവോ അല്ലെങ്കിൽ നിൽക്കുവോ അങ്ങനെയൊക്കെ ടൈമായിരുന്നു. അപ്പോൾ വൈകുന്നേരം കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മടുത്തു, ക്ഷീണിച്ചു, നടുവിനൊക്കെ വേദന എടുക്കുന്ന പോലെ തോന്നി. അപ്പം ഞാൻ റൂമിലോട്ട് പോയി. ജിമ്മി എൻ്റെ കൂടെ വന്നു. എന്നിട്ട് ജിമ്മി വന്നിട്ട് പറഞ്ഞു ഞാൻ വന്നിട്ട് ഡ്രസ്സൊക്കെ നൈറ്റി എടുത്തിട്ടു, കാരണം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. എന്നാൽ ഞാൻ കിടക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ക്ഷീണിച്ചു. അപ്പം ഞാൻ ജിമ്മി എന്നോട് പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കട്ടെ, ഇനിയിപ്പോൾ വയറ് വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുമല്ലെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി സമയമുണ്ടല്ലോ, ഫെബ്രുവരി ഫസ്റ്റ് വീക്കാണ് കേട്ടോ നമ്മളോട് ഡേറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനെന്ത് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഫെബ്രുവരി 7th ആണ് നമ്മളോട് ഡേറ്റ് പറഞ്ഞിരുന്നത് ജോഹാൻ്റെ. അപ്പം ജാനുവരി 25 ആയതല്ലേ ഉള്ളൂ. അപ്പം ഇനിയും ഉണ്ട് സമയം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും ഉണ്ട് സമയം. പിന്നെ മാത്രമല്ല കുറേ പേര് പറഞ്ഞു ചെറുക്കൻ കൊച്ചാണെങ്കിൽ കുറച്ചും കൂടെ താമസിച്ചാണോ ഉണ്ടാകുന്നത്, അങ്ങനെ എന്തോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുക്കൻ കൊച്ചാണെങ്കിൽ കുറച്ചും കൂടെ താമസിച്ച് എന്തോ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇനിയും ഫെബ്രുവരി 2nd വീക്ക് ഒക്കെ ആവാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ഞാൻ അന്നേരം പറഞ്ഞു. എന്നാലും അവൾ പറഞ്ഞു സാരമില്ല, നമുക്കൊരു ഫോട്ടോ എടുക്കാം, ഇനി വയറ് വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തു. 1-2 ഫോട്ടോസ് ആ സമയത്ത് എടുത്തു. എന്നിട്ട് കിടന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും എനിക്ക് ചെറിയ കാലിനൊക്കെ വേദനയുണ്ട്, നടുവിനൊക്കെ വേദനയുണ്ട്. അപ്പം ഞാൻ ഓർത്ത് തലേ ദിവസം നമ്മൾ ബർത്ത്ഡേ ആഘോഷവും പാർട്ടിയും പിന്നെ കുറേ ആൾക്കാർ വന്നു. അപ്പോൾ അവരോട് സംസാരിച്ചു, കുറേ നേരം നിന്നു, നടന്നു, അതുപോലെ ബലൂൺ വീർപ്പിച്ചു. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒന്നിച്ചൊരു ദിവസം നടന്നതുകൊണ്ടുള്ള ക്ഷീണമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നാട്ടിൽ വന്നപ്പം കാമൽ ഹോസ്പിറ്റലിലെ ബെറ്റി ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടറിനെയാണ് കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ബെറ്റി ഡോക്ടറിൻ്റെ വീട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്.
അപ്പം അത് നല്ലൊരു ഡോക്ടറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡോക്ടറാണ്, നല്ലൊരു ഗൈനക്കോളജിസ്റ്റാണ്. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ വീട്ടിൽ പോയി. നമ്മുടെ വീടിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ് ഡോക്ടറിൻ്റെ വീട്. അപ്പം 26-ാം തീയതി ഞാൻ ഡോക്ടറിൻ്റെ വീട്ടിൽ പോയി. ഉച്ചയൊക്കെ വൈകുന്നേരമായി തോന്നി ഞാൻ വീട്ടിൽ പോയപ്പോൾ, ഒരു 4 മണിയൊക്കെ ആയി. എന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ 5 ദിവസം KM മാണി കോഴ വാങ്ങിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഹർത്താലായിരുന്നു. അതായത് LDF, UDF, BJP എല്ലാവരുടെയും ഹർത്താലായിരുന്നു ആ സമയത്ത്. കൂടാതെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഞായറാഴ്ച വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിൽ അവർ 5 ദിവസം ഇതായിരുന്നു. 26-ാം തീയതി റിപ്പബ്ലിക് ഡേ, അത് കൂടാതെ ഇവരുടെ ഹർത്താൽ, അങ്ങനെ 5 ദിവസം കണ്ടിന്യൂസ് ബന്ധായിരുന്നു. അപ്പം വൈകുന്നേരമാണ് എനിക്കൊന്ന് ബന്ധൊക്കെ ഒരു 5 മണി 6 മണിയൊക്കെ ആ ടൈം ആയപ്പോഴത്തേനുമാണ് ഞാൻ ഡോക്ടറിൻ്റെ വീട്ടിൽ പോയത്. 6 മണി വരെയല്ലേ ഹർത്താൽ, അത് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോയത്. കാരണം ഇവർ 3 പേരുടെയും കൂടെ ഹർത്താൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയാൽ ചിലപ്പം എന്തായാലും ഗർഭിണിയാന്ന് പറഞ്ഞാലും ചിലപ്പോൾ പ്രശ്നം ഉണ്ടായെങ്കിലോ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങളത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. 6 മണിക്ക് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, ഇന്ന് വേണമെങ്കിൽ വൈകുന്നേരം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കോ, നാളെ മറ്റന്നാളോ ഒക്കെ ആണെങ്കിൽ ഇവിടെ ഹർത്താലായതുകൊണ്ട് ഈ ഇടസമയത്ത് വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നെ നമുക്കും അത് ബുദ്ധിമുട്ടാവത്തില്ല, ഇപ്പം വന്ന് അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇന്ന് തന്നെ പോയി അഡ്മിറ്റ് ആയിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സമയമായില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞു 2ാമത്തെ അല്ലേ, ചിലപ്പോൾ നേരത്തെ ആവാൻ സാധ്യതയുണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് ഡോക്ടർ ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി വൈകുന്നേരം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം. ഞങ്ങൾ എന്നിട്ട് രാത്രി എനിക്കൊന്നൊരു ഡോക്ടറിനെ കണ്ട ഒരു 6 o'clock കഴിഞ്ഞിട്ടാണ്. അപ്പം ഒരു 7 o'clock 8 o'clock ആയപ്പോഴത്തേനും ഞാനും ലിജോയും മമ്മിയും കൂടെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അപ്പം ജിമിക്ക് അന്ന് എനിക്ക് തോന്നുന്നൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ജിമിക്ക് 26-ാം തീയതി 32-ാം അധ്യായം 23 അതിൻ്റെ ഷൂട്ടാന്ന് തോന്നുന്നു. അപ്പം മമ്മി എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പപ്പയും ജിമിയും കൂടെയാണ് ആ ഷൂട്ടിന് പോയത്. 27-ാം തീയതിയാണ് അവൾക്ക് ഷൂട്ടുള്ളത്. അപ്പൊ 26-ാം തീയതി തന്നെ അവൾക്ക് പോകണം, എന്നാലും 27-ാം തീയതി ഷൂട്ടിന് പോകണ്ടേ. അപ്പൊ പപ്പയാണ് ജിമ്മിയുടെ കൂടെ ജിമ്മിയും പപ്പയും കൂടെയാണ് പോയത്. മമ്മി എൻ്റെ കൂടെ വന്നു. എന്നിട്ട് ലിജോയും ഉണ്ടായിരുന്നു ആ കൂടെ. അന്നമോള് അമ്മയുടെ കൂടെയായിരുന്നു, അതായത് ലിജോയുടെ അമ്മയുടെ കൂടെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സാധാരണ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കിടന്നു. കുറച്ചു നേരം രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, അന്നമോൾ ഇവിടെ കിടന്ന് ഭയങ്കര ഛർദിയാണ് എന്ന് പറഞ്ഞു. അപ്പം എന്നെ പറ്റിയപ്പോൾ അവള് മുട്ട എന്തോ കഴിച്ചിരുന്നു, അപ്പം ചിലപ്പോൾ മുട്ട കഴിച്ചത് പിടിക്കാനായിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു ഞാനിവിടെ ഒറ്റയ്ക്കുള്ള, എനിക്ക് ഭയങ്കര പേടിയാണ്, ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ ഛർദിക്കുന്നതെന്ന് പറഞ്ഞോണ്ടെങ്കിൽ മമ്മീനെ വിളിച്ചു പറഞ്ഞു. മമ്മി എന്നിട്ട് പിന്നെ മമ്മി അനിയനുണ്ടായിരുന്നു ആ സമയത്ത്. എന്നിട്ട് മമ്മി പിന്നെ വീട്ടിൽ പോയിട്ട് മമ്മിയും അനിയനും കൂടെ കൂടി അവിടെ കിഡ്സിന്റെ പീഡിയാട്രീഷ്യൻ ഉണ്ടായിരുന്നു നമ്മുടെ വീടിനടുത്ത് തന്നെ. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോയി അന്നമോളെ കാണിച്ചപ്പോൾ ഇതുപോലെ മുട്ട കഴിച്ചു എന്ന് പറഞ്ഞാൽ, അപ്പൊ ചിലപ്പോൾ മുട്ട കഴിക്കാനായിട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെഡിസിൻ ഒക്കെ തന്നു. അപ്പൊ അത് കൊടുത്തു, അന്നമോക്ക് കൊടുത്തു. പിന്നെ ഞാനും ലിജോയും കൂടെ പെട്ടെന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നില്ല. അപ്പൊ ചിലപ്പോൾ അതിന്റെയും വല്ല ടെൻഷൻ അടിച്ചിട്ടാണോ എന്ന് പറയത്തില്ല. കാരണം അല്ലെങ്കിൽ നമ്മൾ പറയുന്നു സമയമായില്ല, ഇനിയുണ്ട് 2 ആഴ്ച എന്നൊക്കെ എപ്പോഴും പറയുന്നുണ്ട്. പിന്നെ അത് കേട്ടിട്ടാണോ എന്ന് പറയത്തില്ല. അങ്ങനെ കുഴപ്പമില്ല, മരുന്ന് കഴിച്ചപ്പോഴത്തേനും ഛർദിയൊക്കെ അങ്ങ് മാറി. അപ്പം അന്ന് രാത്രിയിൽ എനിക്ക് അങ്ങനെ പെയിനും കാര്യങ്ങളും അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 27-ാം തീയതി ഇതുപോലെ സാധാരണ നോർമൽ നമുക്കിങ്ങനെ റുട്ടീൻ ചെക്കപ്പിനൊക്കെ വന്നു. അപ്പോഴത്തേനും എനിക്ക് ചെറിയൊരു പെയിൻ, അതായത് എനിക്കൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും ചെറുതായിട്ട് ഇങ്ങനെ പെയിനൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറെ പറഞ്ഞു എന്നാൽ നമുക്ക് ലേബർ റൂമിൽ പോവാം, നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം, ഡെലിവറി പെയിൻ തന്നെയാണോ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ലേബർ റൂമിൽ പോയി നമ്മൾ നോക്കി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഡെലിവറി പെയിൻ തന്നെയാണ്. ജാനുവരി 1st വീക്കൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാവയ്ക്കുള്ള ഉടുപ്പുകളും ടർക്കിയൊക്കെ അലക്കി ഉണക്കി മടക്കി എല്ലാം തേച്ച് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചെറുക്കൻ കൊച്ചാണെന്ന് ഏകദേശം ഒരു ഹിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ കിട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മള് കുറെ അങ്ങനത്തെ പിങ്കിഷ് കളേഴ്സ് ഒന്നും മേടിക്കാതെ അല്ലാത്ത ടൈടൈപ്പുള്ള കളറൊക്കെയാണ് കൂടുതലും മേടിച്ചത്. ബ്ലൂവും പിന്നെ പീച്ചൊക്കെ മേടിച്ചത്. ആദ്യത്തെ നോർമൽ ആയതുകൊണ്ട് തന്നെ 2ാമത്തെ നോർമൽ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ എഴുതുന്നത്. മമ്മീനെ ഒരു സമയം നമുക്ക് എനിക്കൊന്ന് മമ്മി 1-2 തവണ ലേബർ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ എനിക്കൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനും ഒന്നും കൂടെ മമ്മി വന്നു, 2ാമതും മമ്മി ഒന്നും കൂടെ വന്നു. അപ്പൊ ആ സമയത്ത് എന്നോട് ചോദിച്ചു വേദനയുണ്ടോ, ഒത്തിരി വേദനയുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ വലിയ കുഴപ്പമില്ല, ഇപ്പൊ സഹിക്കാൻ പറ്റുന്ന അത്ര വലിയ വേദനയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പത്തേനും മമ്മി ഇങ്ങനെ വയറെ തട്ടി കുഞ്ഞാവയോട് പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ, അമ്മേനെ വേദനിപ്പിക്കാതെ പെട്ടെന്ന് വരണേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ സമയത്ത് ചിരിച്ചുകൊണ്ട് തന്നെ ഇരുന്നത്, കാരണം എനിക്ക് അങ്ങനെ വലിയ പെയിനായിട്ട് തോന്നിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഒരു 11:30 കഴിഞ്ഞപ്പോഴത്തേനും
അതായത് നമുക്കിങ്ങനെ കുഞ്ഞാ വരുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടായി. അപ്പത്തേനും 11:30 കഴിഞ്ഞ് 11:45 ആയപ്പോഴത്തേനും ജോക്കോട്ടനുണ്ടായി. അപ്പം ഉണ്ടായി കഴിഞ്ഞത് ഡോക്ടർ എന്നോട് പറഞ്ഞു ചെറുക്കം കൊച്ചാന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു. അപ്പം ഞാൻ മറ്റേ നമ്മുടെ സൗദിയിൽ നിന്നുള്ള ഡോക്ടർ പറഞ്ഞത് ചെറുക്കം കൊച്ചാന്നാണല്ലോ. കുഞ്ഞാവേനെ തന്നു. ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബ്ലൂയിഷ് കളർ പോലെയാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ഇങ്ങനെ കണ്ണും ഇതൊക്കെ നല്ല ഇടുപ്പിച്ചായിരുന്നു അവനിരുന്നത്. വന്ന് ഉമ്മയൊക്കെ കൊടുത്ത് അവൻ കുറച്ച് കരഞ്ഞു. പക്ഷെ ഈ അന്നമോള് കരഞ്ഞ അത്രയൊന്നും അവൻ കരഞ്ഞില്ല. അവൻ ഭയങ്കര സൗണ്ട് കുറവായിരുന്നു അവൻ കരഞ്ഞത്. അതിലൊന്നും ഇല്ലായിരുന്നു. കുറച്ചു നേരമൊക്കെ കരഞ്ഞുള്ളൂ. എന്നിട്ട് തന്നെ പെട്ടെന്ന് ആള് സൈലന്റ് ഒക്കെ ആയി. പാലൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. ഹെൽത്തി ആയിരുന്നു. അവനുണ്ടായപ്പോ വെയിറ്റ് 3 കിലോ 3 കിലോ ഉണ്ടായിരുന്നുള്ളൂ വെയിറ്റ്. ഹെൽത്തി ബേബിയാണ്. വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. നമ്മൾ എന്നെ കയറ്റിയപ്പോ തന്നെ അമ്മയും പിന്നെ അതുപോലെ അന്നമോളെയൊക്കെ കൂട്ടിക്കൊണ്ട് അവര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വന്ന് കുഞ്ഞാവിനെ കാണിച്ചു. അന്നമോളുടെ കയ്യിലൊക്കെ കൊടുത്തു. കുഞ്ഞാവിനെ കൊടുത്തു. അന്നമോളൊക്കെ എടുത്തു. അതുപോലെ മമ്മി രുചു എല്ലാരും എടുത്തു. കുഞ്ഞാവിനെ എടുത്തു. അത് കഴിഞ്ഞൊരു 3 hours ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ റൂമിലോട്ട് മാറ്റി. അപ്പം ഫോട്ടോയില് കൊണ്ട് അന്നമോൾ അവിടെ നിന്ന് കഞ്ഞിവെള്ളം കുടിച്ചോണ്ടിരിപ്പുണ്ട്. അതായത് അന്നമോള് ഛർദ്ദിച്ച് ഒന്ന് ബെറ്ററായി വരുന്നതേ ഉള്ളൂ. അപ്പത്തേന് ജോക്കോട്ടനുണ്ടായി. അതായത് ജോക്കോട്ടനെ പിന്നെ അവൾക്ക് കൊടുത്തു. ആദ്യം അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോ ചോദിച്ചു എന്തിനാണ് എപ്പോഴും ഈ കൊച്ച് അമ്മയുടെ അടുത്ത് കിടക്കുന്നത്, എപ്പോഴും കിടക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. എന്നിട്ട് അപ്പൊ അന്ന് രാത്രിയിൽ ജോക്കോട്ടൻ എന്റെ കൂടെയാണല്ലോ കിടന്നത്. അപ്പൊ മന്നമോള് മമ്മിയോട് ചോദിച്ചു എന്തിനാണ് ഈ കൊച്ച് എപ്പോഴും അമ്മയുടെ അടുത്ത് കിടക്കുന്നത്. അപ്പൊ മമ്മി പറഞ്ഞു അനിയനല്ലേ, അന്നമോളുടെ ഭാവയല്ലേ, എപ്പോഴും എനിക്ക് അമ്മയുടെ കൂടെ കിടക്കണം, എപ്പോഴും എന്തിനാ കുഞ്ഞാമ്മ അമ്മയുടെ കൂടെ കിടക്കുന്നത്. എന്നിട്ട് പിന്നെ രാത്രിയിൽ ഞാൻ പാല് കൊടുത്തേച്ച് ജോക്കൂട്ടറിനെ എടുത്ത് ഞാൻ മമ്മിയുടെ ബെഡെ കൊണ്ട കിടത്തി. എന്നിട്ട് അന്നമോളാണ് എന്റെ കൂടെ വന്ന് കിടന്നത് രാത്രിയില്. എന്നിട്ട് പിന്നെ അവൻ കരയുമ്പോ അവന്റെ അടുത്ത് പാല് കൊണ്ട് കൊടുക്കും, അവന് പാല് കൊടുക്കും. അങ്ങനെയായിരുന്നു. അന്നമോളാണ് അന്ന് എന്റെ കൂടെ കിടന്നത്. എന്നിട്ട് ഡോക്ടറൊക്കെ പറഞ്ഞു വേണമെങ്കിൽ അന്നമോള് വേണമെങ്കിൽ വീട്ടിൽ പോകും. പക്ഷെ അന്നമോൾ അന്ന് പോയില്ല. ഞാൻ അമ്മയുടെ കൂടെയാന്ന് പറഞ്ഞിട്ടുണ്ട് അന്നമോൾ എന്റെ കൂടെ കിടന്നത്. അതുപോലെ ജോക്കൂട്ടൻ ഉണ്ടായി കഴിയുമ്പോഴത്തേനും ജിമ്മി ഞാൻ പറഞ്ഞല്ലോ അവള് എറണാകുളത്താന്ന് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് അവള് സെറ്റിലായിരുന്നു. അപ്പൊ മമ്മി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഉണ്ടായി ചെറുക്കൻ കൊച്ചാ ഉണ്ടായെന്ന് പറഞ്ഞു. അവള് രാത്രി തന്നെ അവള് വന്നു കാണാനായിട്ട്. അവൾക്ക് പിറ്റേ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. 28-ാം തീയതി അവൾക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അവള് വന്ന് 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് വന്ന് ജസ്റ്റ് കുഞ്ഞാവിനെ ഒന്ന് കണ്ട് ഉമ്മയൊക്കെ കൊടുത്ത് കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് അങ്ങനെ അവള് വന്നു എന്നൊക്കെ അറിഞ്ഞു. പക്ഷെ എന്നാലും എന്റെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഭയങ്കര പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവളെ വന്നു ഇച്ചിരി വർത്താനം പറഞ്ഞാൽ നീ എത്തിയോ, നീ എന്തിനാ പെട്ടെന്ന് വന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ഉറങ്ങിപ്പോവെന്തോ ചെയ്തു. അവള് പിന്നെ കുഞ്ഞാവേനൊക്കെ കണ്ടിട്ട് അന്നമോളെ പിന്നെ കുറച്ചു നേരം കുഞ്ചിക്കൊക്കെ ചെയ്തിട്ട് പിന്നെ പോയത്. കാരണം പെട്ടെന്ന് അന്നമോളെ എല്ലാവരും നോക്കാണ്ടിരുന്ന അന്നമോൾക്ക് ഒരു വിഷമമായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചു നേരം അന്നമോളോടൊക്കെ വർത്താനം പറഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് മാക്സിമം 1/2 മണിക്കൂർ അങ്ങോട്ട് നിന്നു. പിന്നെയും തിരിച്ചവള് പോയി. എന്നിട്ട് പിന്നെ വെളുപ്പിന് ഷൂട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര അവളുടെ ഉറക്കം അന്നത്തെ ദിവസത്തെ രാത്രിയിലത്തെ ഉറക്കം അവളുടെ അങ്ങ് പോയി. പക്ഷെ എന്നാലും അവൾ ഓടിപ്പിടിച്ച് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് മൂന്ന് ദിവസം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവന് വൈറ്റമിൻ ഡി കുറവാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കുറച്ച് ദിവസം എനിക്കൊന്നൊരു 1.5 ദിവസം എങ്ങാണ്ട് നമുക്ക് ലൈറ്റ് അടുപ്പിക്കുന്ന ഒരു ഇതാണല്ലോ, അപ്പൊ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വീട്ടിലേക്ക് വിട്ടു. ബാക്കി എല്ലാം തന്നെ നോർമലായിരുന്നു. BP ഒക്കെ പിന്നെ നോർമലായി. കുഞ്ഞാവയ്ക്കും വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇതാണ് 2ാമത്തെ സ്റ്റോറി. ഛർദി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പ്രശ്നമായിട്ട്. ബാക്കി എല്ലാം തന്നെ നോർമൽ ആയിരുന്നു. ജോഹാന ടൈമിൽ അതുപോലെ നോർമൽ ഡെലിവറി ആയിരുന്നു. പെയിനും കാര്യങ്ങളും ഒക്കെ നേരത്തെ വന്നു. അതായത് ഫെബ്രുവരി 1st വീക്ക് ആണ് പറഞ്ഞിരുന്നത്. പക്ഷെ ജാനുവരി 27th ആയപ്പോഴത്തേനും അവന് ഉണ്ടായി. അവന് വയറ്റി കിടക്കാൻ അത്ര ഒരാഴ്ചയും കൂടെ കിടക്കാൻ അല്ലെങ്കിൽ 2 ആഴ്ചയും കൂടെ കിടക്കാനായിട്ട് അവന് സമയമില്ലായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ പോന്നു. അപ്പൊ ഇതാണ് 2ാമത്തെ ഡെലിവറി സ്റ്റോറി. ഇനി സാറയുടെ കൂടെ ഉണ്ട്. ഞാൻ അതും പറയാം, എന്തെങ്കിലും പറയാം. കാരണം അടുപ്പിച്ചടുപ്പിച്ച് നിങ്ങൾ ഈ പ്രഗ്നൻസി സ്റ്റോറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറാവില്ല. അപ്പൊ കുറച്ച് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് 2ാമത്തെ പ്രഗ്നൻസി
കുറച്ച് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ നിങ്ങളോട് എന്തായാലും ഒരു മൂന്നാമത്തെ സാറയുടെയും കൂടെ ഉള്ള സ്റ്റോറി പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇനി പ്രഗ്നന്റ് ആവാനുള്ളവർ അല്ലെങ്കിൽ ഡെലിവറിക്ക് ആയിട്ടുള്ളവരൊക്കെ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ ഒരുപാട് ഡെലിവറീസ് ഒക്കെ അതായത് യൂട്യൂബിൽ ഇങ്ങനെ ഓരോരുത്തരുടെ സ്റ്റോറി കണ്ട് പേടിക്കാനായിട്ടൊന്നുമില്ല. രണ്ടാമത്തേത് എനിക്ക് പറയാനുള്ളത്, എനിക്ക് അത്രയും പെയിനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ കുഞ്ഞാവ് വന്നു. ഇതൊരു 2-3 hours തന്നെ അവൻ വന്നു. അതുപോലെ അവന് ഭയങ്കര പെയിനും കുറവായിരുന്നു. എനിക്ക് അന്നമോളെ വെച്ച് നോക്കുവാണെങ്കിൽ മേ ബി ചിലപ്പം ആദ്യത്തെ ആയതുകൊണ്ടായിരിക്കും അത്രയും പെയിൻ വന്നത്. പിന്നെ രണ്ടാമത്തത് എനിക്ക് തോന്നുന്നു, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ രണ്ടാമത്തെ ആയപ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടെ എന്താണ് ടൈം കുറവായിരിക്കും എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടും കൂടെ ആയിരിക്കാം. അപ്പം ഒരുപാട് ഡെലിവറി പെയിൻ എടുക്കുമോ എന്നൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെയുള്ളവരോട് പേടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുക. പിന്നെ ഒരാൾക്ക് താങ്ങാൻ പറ്റാവുന്ന പെയിൻ മാത്രമേ തരത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവർക്ക് സഹിക്കാവുന്ന പെയിൻ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ എല്ലാവരും പ്രഗ്നന്റ് ആയിട്ടുള്ളവരും ഒക്കെ ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ ബേബി ആയിട്ട് നിങ്ങൾ വയറ്റിലിരിക്കുക. ബേബി വയറ്റിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വർത്താനം പറയാം, കുഞ്ഞിനോട് വർത്താനം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം അവർക്ക് കേൾക്കാം. ഞാൻ അതായത് ഡെലിവറിയുടെ ആ ടൈമിൽ കിടന്നപ്പോൾ ഞാനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് വരണേ, നോർമൽ ഡെലിവറി ആവണേ, അവനെ അധികം വേദനിപ്പിക്കല്ലേ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മളിങ്ങനെ ഓരോരോ ഫുഡ് കഴിക്കുന്ന സമയത്തും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ പാട്ട് കേൾക്കുവാണെങ്കിൽ എനിക്ക് ഈ പാട്ട് ഇഷ്ടമാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ കൂടെ ഒരാളുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കാം. ഞാൻ എൻ്റെ 3 പ്രഗ്നൻസിയിലും എൻ്റെ പിള്ളേരോട് വർത്താനം പറയാറുണ്ടായിരുന്നു. അപ്പം ചിലതൊക്കെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ, അതായത് അവർ വയറ്റിലായിരുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. അവർക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. ചില ഫുഡ്, ചില പാട്ട്, ചില ടൈപ്പ് പാട്ടുകൾ, ചില ടൈപ്പ് കളികൾ, അങ്ങനെയൊക്കെ എനിക്കും ഇഷ്ടമുള്ളതൊക്കെ അവർക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്തായാലും അവർക്കത് മനസ്സിലാകും. നമ്മുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പം എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക.